ഇരവിച്ചിറ ശിവക്ഷേത്രത്തിൽ ജൂൺ 16 മുതൽ നടന്ന അഷ്ടബന്ധ നവീകരണ കലശത്തിന് സമാപനം കുറിച്ചു. ജൂൺ 16 മുതൽ ആരംഭിച്ച അഷ്ടബന്ധ കലശം 25-ന് സമാപിച്ചു. ക്ഷേത്രം തന്ത്രി മനയത്താറ്റ് ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. കാലപ്പഴക്കത്താൽ ഓരോ ക്ഷേത്രത്തിലും സംഭവിക്കുന്ന അശുദ്ധിയുടെ ആധിക്യത്താലും ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള പൗഷ്ടിക ക്രിയകളുടെ അഭാവത്താലും ചൈതന്യം ഗ്ലാനി വന്ന ക്ഷേത്ര സങ്കേതങ്ങളിൽ ചൈതന്യ പുഷ്ടിക്കാൻ നടത്തുന്ന ക്രിയയാണ് കലശം. സമാപന ദിവസമായ ജൂൺ 25 വ്യാഴാഴ്ച രാവിലെ 7:40-നും 9:30-നും മധ്യേ അഷ്ടബന്ധ സ്ഥാപനം നടന്നു. കുംഭേശ കലശാഭിഷേകം, മഹാബ്രഹ്മ കലശാഭിഷേകം എന്നിവ ദർശന പ്രാധാന്യമുള്ള ചടങ്ങുകളായിരുന്നു. അവസ്രാവ പ്രോക്ഷണം, ശ്രീഭൂതബലി, തുടർന്ന് ആചാര്യ ദക്ഷിണ, മഹാകാണിക സമർപ്പണം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. പ്രായഭേദമില്ലാതെ എല്ലാവരും താലമേന്തി ചുറ്റമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണ വെച്ച് തിരികെ എത്തി. എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം ലഭിച്ചിരുന്നുവെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KK വിജയൻ, സെക്രട്ടറി സതീഷ്, ട്രഷറർ ഗോപിനാഥൻ, കമ്മിറ്റി അംഗം ശിവദാസൻ എന്നിവർ അറിയിച്ചു. ഓം നമഃ ശിവായ. ഇരിങ്ങോൾ ഇരവിച്ചിറ ശിവക്ഷേത്രത്തിലെ 2001 അഷ്ടബന്ധ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും നടന്നതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആത്മീയ പ്രവർത്തനമാണ് നടക്കുന്നത്. അത് ഈ മാസം ജൂൺ 16-ന് തുടങ്ങി ജൂൺ 25-ന്, അത് ഇന്ന് കൊണ്ട് അവസാനിക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്രപ്രകാരമുള്ള ഏറ്റവും വലിയ ചടങ്ങുകളാണ് നടക്കുന്നത്. സാധാരണ രീതിയിൽ വിഗ്രഹം പീഠത്തിൽ ഉറപ്പിക്കുന്നത് അഷ്ടബന്ധം ഉപയോഗിച്ചാണ്. ഒരു 12 വർഷം കൂടുമ്പോഴും അഷ്ടബന്ധത്തിന് അല്പം വിലക്കുറവ് അനുഭവപ്പെടും. അതുകൊണ്ട് ഓരോ 12 വർഷം കൂടുമ്പോഴും അഷ്ടബന്ധ കലശങ്ങൾ നടത്തേണ്ടതാണ്. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നടത്താൻ പറ്റിയില്ല. പകരം ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി നിർദ്ദേശിച്ച ചില ക്രിയകൾ നടത്തി ഞങ്ങൾ പോരുകയായിരുന്നു. എന്തായാലും ഈ വർഷം 2024 കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ദൈവജ്ഞനെ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പരിഹാര കർമ്മങ്ങൾ ഏകദേശം 2 മാസത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുകയും ചെയ്തു. അതിൻ്റെ 2ാം ഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നടക്കുന്ന വിപുലമായ ചടങ്ങ്. ഇതിൽ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയുള്ളതാണ്. എങ്കിൽ പോലും ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരും ഞങ്ങളെ പരിപൂർണമായി സഹകരിച്ചു. ഈ നാട്ടിലുള്ളവർ മാത്രമല്ല, കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന ഇരവിച്ചിറ നിവാസികൾ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇത്രയും വിപുലമായ ഒരു ചടങ്ങ് ഞങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ഈ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനയത്താറ്റ് ദിനേശൻ തിരുമേനി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 20ഓളം ആചാര്യന്മാരും ചേർന്നാണ് ഇത്രയും വിപുലമായ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇന്നത്തോടുകൂടി ഇത് അവസാനമാണ്. ബ്രഹ്മകലശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതിനുശേഷം അഷ്ടബന്ധം ഉപയോഗിച്ച് നമ്മുടെ വിഗ്രഹത്തെ പീഠത്തിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. അതോടുകൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇന്ന് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.